എല്ലാവർക്കും ഡ്രാമ റിവ്യൂവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗോഡസ് ബ്ലെസ് യു ഫ്രം ഡെത്ത് എന്ന് പറഞ്ഞൊരു ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതൊരു തായ് BL ഡ്രാമയാണ്. ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡ്രാമയാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഇത് 8th എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഈ പറയുന്നത്. ഇവൻ ഈ ഡ്രാമയിലെ സെക്കൻഡ് ലീഡാണ്. ഈ ഡ്രാമയിൽ ഇവൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അത് അവൻ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസും ചെയ്തിട്ടുണ്ട്. ഇവനൊരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഗോഡൗണിൽ വരെയും ഒരു സൈക്കോപാത്തിൻ്റെ കയ്യിൽ അകപ്പെട്ടു പോവുകയും ചെയ്യുകയാണ്. ഈ സൈക്കോപാത്തിനായിട്ടുള്ള അന്വേഷണത്തിനാണ് ഇവർ വരുന്നത്. അവിടെ വച്ചൊരു പെൺകുട്ടി വളരെ ക്രൂരമായ രീതിയിൽ മർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിവൻ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ ആ പെൺകുട്ടിയുടെ ഫേസ് ഇവിടെ ബ്ലർ ചെയ്തിട്ടുണ്ട്. കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. ആ പെൺകുട്ടീനെ ബോഡി ഇവൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവൻ പിറകെ കൂടെ വന്നിട്ട് ആ സൈക്കോപാത്ത് ഇവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്തോ ഒരു ഇഞ്ചക്ഷൻ അവൻ്റെ ബോഡിയിൽ കടത്തി വിടുന്നുണ്ട്. എങ്കിലും ഈ പോലീസ് ഓഫീസർ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ ഈ സൈക്കോപാത്ത് അവനെ കീഴടക്കുകയാണ്. അങ്ങനെ അവൻ്റെ ബോധം പോകുന്നുണ്ട് ആ ഇഞ്ചക്ഷൻ്റെ എഫക്റ്റ് കാരണം. എന്നിട്ട് അവൻ വല്ലാത്തൊരു രീതിയിൽ ചിരിക്കുന്നുണ്ട്. കാരണം ഇവൻ ഫ്രൈഡേയിലാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ ഇവൻ്റെ റിച്വൽസിന് ആവശ്യമായിട്ട് ഇവനെ യൂസ് ചെയ്യാമെന്ന് അവൻ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. ഈ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ ആൾക്കാരെയും ഇങ്ങനെ വളരെ ക്രൂരമായ രീതിയിൽ കൊല്ലുന്നത്. ഇവൻ ജനിച്ചത് ഫ്രൈഡേയിലായതുകൊണ്ട് ഇവനെ ബ്ലാക്ക് മാജിക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപകടത്തിൽ നിന്നും ഇവനെ രക്ഷിക്കാൻ ആരായിരിക്കും വരുന്നത്, അതോ ഇവൻ്റെ ജീവൻ നഷ്ടമാവോ എന്നുള്ളതൊക്കെ നമുക്ക് വരും എപ്പിസോഡിൽ കണ്ടറിയാൻ പറ്റും. ഇവനെ ആരെങ്കിലും റെസ്ക്യൂ ചെയ്യാനുണ്ടാവോ, ഇവൻ്റെ ടീമിലുള്ള മെമ്പേഴ്സ് കറക്റ്റ് ടൈമിൽ വന്നിട്ട് ഇവനെ റെസ്ക്യൂ ചെയ്യുമോ, ഈ സൈക്കോപാത്തിനെ അവർ കണ്ടുപിടിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് തിരിച്ചറിയാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്